എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാളെ നടക്കാനിരിക്കുന്ന സിവിൽ പോലീസ് ഓഫീസർ എക്സാമിന് മുന്നോടിയായിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു റിവിഷൻ ക്ലാസ്സാണ്. ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടോപ്പിക് വൈസ് ചെയ്ത കറണ്ട് അഫയേഴ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ നിലവിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി? രമേശ് ചെന്നിത്തലയാണ് നിലവിലെ കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രി. നിലവിലെ കേരള സംസ്ഥാന പോലീസ് മേധാവി ആരാണ്? റവാഡ എ ചന്ദ്രശേഖറാണ് നിലവിലെ കേരള സംസ്ഥാന പോലീസ് മേധാവി. കൊള്ളപ്പലിശക്കാരെ പൂട്ടാൻ സംസ്ഥാന തലത്തിൽ പോലീസ് നടത്തിയ പരിശോധന? ഓപ്പറേഷൻ ഷൈലോക്ക് ആണ് കൊള്ളപ്പലിശക്കാരെ പൂട്ടാൻ സംസ്ഥാന തലത്തിൽ പോലീസ് നടത്തിയ പരിശോധന. കേരളത്തിലെ മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച പുതിയ പദ്ധതി ഏതാണ്? കെ സോട്ടോയാണ് കേരളത്തിലെ മരണാനന്തരമുള്ള അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച പുതിയ പദ്ധതി. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? ആർദ്രം പദ്ധതിയാണ് ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? പുല്ലമ്പാറ. തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമകോടതിയുള്ള മണ്ഡലം? വാമനപുരം. തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമകോടതിയുള്ള മണ്ഡലം. 2024 ഫെബ്രുവരിയിൽ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടത്? തളിപ്പറമ്പാണ് 2024 ഫെബ്രുവരിയിൽ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടത്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ പുതുതായി ഇടം പിടിച്ച ഇന്ത്യൻ ഉത്സവം ഏതാണ്? ദീപാവലിയാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ പുതുതായി ഇടം പിടിച്ച ഇന്ത്യൻ ഉത്സവം. യുനെസ്കോ ലോക പൈതൃക സാധ്യതാ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പ്രദേശം ഏതാണ്? വർക്കല കുന്നുകളാണ് യുനെസ്കോ ലോക പൈതൃക സാധ്യതാ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പ്രദേശം. ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം. 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം നേടിയ ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ്? ഭഗവത്ഗീത, നാട്യശാസ്ത്രം. ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ് 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം നേടിയ ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ. ബംഗളൂരുവിലെ ഏത് പ്രദേശമാണ് അടുത്തിടെ ജൈവവൈവിധ്യ പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത്? കന്റോൺമെന്റ് റെയിൽവേ കോളനിയാണ് അടുത്തിടെ ജൈവവൈവിധ്യ പൈതൃക സ്ഥലമായി ബംഗളൂരുവിൽ പ്രഖ്യാപിച്ചത്. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി? ഒ ജെ ജനീഷാണ് കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി. 2026 ഫിഫ പുരുഷ വേൾഡ് കപ്പിന് വേദിയാവുന്നത്? അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളാണ് 2026 ഫിഫ പുരുഷ വേൾഡ് കപ്പിന് വേദിയാവുന്നത്. ആദ്യത്തെ ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് വേദിയായത്? സൗദി അറേബ്യയാണ് ആദ്യ ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് വേദിയായത്. 2028 സമ്മർ ഒളിമ്പിക്സിന് വേദിയാവുന്നത്? അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് ആണ് 2028 സമ്മർ ഒളിമ്പിക്സിന് വേദിയാവുന്നത്. 2032 സമ്മർ ഒളിമ്പിക്സിന് വേദിയാവുന്നത്? ഓസ്ട്രേലിയയിലെ ബ്രിസ്ബേൻ ആണ് 2032 സമ്മർ ഒളിമ്പിക്സിന് വേദിയാവുന്നത്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരമെന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? രോഹിത് ശർമ്മയാണ് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരമെന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയത്. 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ കിരീടം നേടിയത്? സർവീസസ് ആണ്
79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ കിരീടം നേടിയത്? 2025-26 സീസണിലെ രഞ്ജി ട്രോഫി ജേതാക്കൾ ജമ്മു ആൻഡ് കാശ്മീരാണ് 2025-26 സീസണിലെ രഞ്ജി ട്രോഫി ജേതാക്കൾ. കേരള ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി എസ് രാജീവ് കുമാറാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ വി സുനിൽകുമാറാണ് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ. 2023-24 വർഷത്തെ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കായിക പുരസ്കാരമായ GV രാജ അവാർഡിന് അർഹരായ കായിക താരങ്ങൾ ആരൊക്കെയാണ്? മുഹമ്മദ് അജ്മൽ, ആൻസി സോജൻ. മുഹമ്മദ് അജ്മലിനും ആൻസി സോജനുമാണ് 2023-24 വർഷത്തെ GV രാജ അവാർഡിന് അർഹരായ കായിക താരങ്ങൾ. കേരളത്തിലെ ആദ്യത്തെ ദേശീയ വനിതാ ജൂഡോ റഫറി ജയശ്രീയാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയ വനിതാ ജൂഡോ റഫറി. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ് PT ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയിലെ നിലവിലെ പ്രസിഡന്റ് ആര്? ക്രിസ്റ്റി കോവൻട്രിയാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയിലെ നിലവിലെ പ്രസിഡന്റ്. 2025 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഹെൽത്തി സോയിൽ ഫോർ ഹെൽത്തി സിറ്റീസ് ആണ് 2025 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാവുന്ന രാജ്യം ഏതാണ്? ഐച്ചി നഗോയ. ജപ്പാനിലെ ഐച്ചി നഗോയയാണ് 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാവുന്ന രാജ്യം. തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് യന്ത്രത്തിൽ നോട്ട ബട്ടന് പകരമായി ഏർപ്പെടുത്തിയ പുതിയ സംവിധാനം ഏതാണ്? എൻഡ് ബട്ടണാണ് തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് യന്ത്രത്തിൽ നോട്ട ബട്ടണിന് പകരമായി ഏർപ്പെടുത്തിയ പുതിയ സംവിധാനം. ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഡൊണാൾഡ് ട്രംപാണ് ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരത്തിന് അർഹനായത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് ഇനി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സേവാ തീർത്ത് എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പുതിയ പേര് ലോക് ഭവൻ എന്നാണ് ഇന്ത്യയിലെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പുതിയ പേര്. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ് നിവാസ് ഇനി മുതൽ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ലോക് നിവാസ് എന്നാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ് നിവാസ് ഇനി മുതൽ അറിയപ്പെടുന്നത്. കേരളത്തിൽ നിന്ന് ആദ്യമായി റെഡ് എലിഫന്റ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മുഹമ്മദ് ഫർഹാനാണ് കേരളത്തിൽ നിന്നാദ്യമായി റെഡ് എലിഫന്റ് പുരസ്കാരം ലഭിച്ചത്. ഭരണത്തെയും ജനങ്ങളെയും കണക്ട് ചെയ്യാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? സിറ്റിസൺ കണക്ട് സെന്റർ ആണ് ഭരണത്തെയും ജനങ്ങളെയും കണക്ട് ചെയ്യാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതി. കേരള മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതി ഏതാണ്? കനവാണ് കേരള മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതി. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതി നേർവഴിയാണ് സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതി. ഒറ്റക്കായ വയോധികർക്ക് സാന്ത്വനമേകാൻ സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി സല്ലാപം പദ്ധതിയാണ് ഒറ്റക്കായ വയോധികർക്ക് സാന്ത്വനമേകാൻ സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്യാൻസർ ബോധവൽക്കരണമാണ് കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്.
18 വയസ്സിൽ താഴെയുള്ളവർക്കുള്ള കേരള സർക്കാരിൻ്റെ സൗജന്യ ഹൃദ്രോഗ ചികിത്സാ പദ്ധതി ഏതാണ്? ഹൃദ്യമാണ്. 18 വയസ്സിൽ താഴെയുള്ളവർക്കുള്ള കേരള സർക്കാരിൻ്റെ സൗജന്യ ഹൃദ്രോഗ ചികിത്സാ പദ്ധതി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി. മിഠായിയാണ്. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി. കേരളത്തിലെ അമ്മമാരിൽ കാണപ്പെടുന്ന പ്രസവാനന്തര വിഷാദം പരിഹരിക്കാൻ ലക്ഷ്യമിട്ട സംരംഭം ഏതാണ്? അമ്മ മനസ്സാണ്. കേരളത്തിലെ അമ്മമാരിൽ കാണപ്പെടുന്ന പ്രസവാനന്തര വിഷാദം പരിഹരിക്കാൻ ലക്ഷ്യമിട്ട സംരംഭം. കേരളത്തിലെ നിലവിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? കെ.എ. തുളസിയാണ്. കേരളത്തിലെ നിലവിലെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി. 18 മുതൽ 52 വയസ്സ് വരെയുള്ളവർക്ക് മാസത്തിൽ ഒരു ദിവസം ശമ്പളത്തോടുകൂടി ആർത്തവ അവധി നടപ്പാക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? കർണാടകയാണ്. 18 മുതൽ 52 വയസ്സ് വരെയുള്ളവർക്ക് മാസത്തിൽ ഒരു ദിവസം ശമ്പളത്തോടുകൂടി ആർത്തവ അവധി നടപ്പാക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ? തമിഴ്നാട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം എവിടെയാണ്? മധ്യപ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ 58ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ്? മാധവ് നാഷണൽ പാർക്കാണ് മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ 52ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം. സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം. KSFE ആണ് സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം. 2027 5ാമത് കോസ്റ്റ് ഗാർഡ് ഗ്ലോബൽ സമ്മിറ്റിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? ചെന്നൈയാണ്. 2027 5ാമത് കോസ്റ്റ് ഗാർഡ് ഗ്ലോബൽ സമ്മിറ്റിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ നഗരം. ഇന്ത്യയിലെ ആദ്യ മുള അധിഷ്ഠിത എഥനോൾ പ്ലാന്റ് സ്ഥാപിച്ചത്. ഗോലാഘട്ട്. അസമിലെ ഗോലാഘട്ടിലാണ് ഇന്ത്യയിലെ ആദ്യ മുള അധിഷ്ഠിത എഥനോൾ പ്ലാന്റ് സ്ഥാപിച്ചത്. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത്. ശാസ്താംപാറയിലാണ് സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യ സിനിമ ടൂറിസം പദ്ധതി. കിരീടം പാലമാണ് കേരളത്തിലെ ആദ്യ സിനിമ ടൂറിസം പദ്ധതി. കേരളത്തിലെ ആദ്യ AI ഇന്നൊവേഷൻ സെന്റർ നിലവിൽ വരുന്നത് എവിടെ? കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യ AI ഇന്നൊവേഷൻ സെന്റർ നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? പഞ്ചവടി എക്സ്പ്രസ് ആണ് ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ. ന്യായബന്ധു ഏത് സർക്കാർ വകുപ്പിൻ്റെ സംരംഭമാണ്? നീതിന്യായ വകുപ്പിൻ്റെ സംരംഭമാണ് ന്യായബന്ധു. 2026 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടി നടക്കുന്ന രാജ്യം. ഇന്ത്യയിലാണ് 2026 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടി നടക്കുന്നത്. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? അസമാണ് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വമെടുത്ത രാജ്യം ഏതാണ്? സ്വീഡനാണ് നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വമെടുത്ത രാജ്യം. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവയവദാനം രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവയവദാനം രേഖപ്പെടുത്തിയ സംസ്ഥാനം. 2025 മെയ് 24 കൊച്ചി തീരത്ത് മുങ്ങിയ കപ്പൽ ഏതാണ്? MSC എൽസ 3 ആണ് 2025 മെയ് 24 കൊച്ചി തീരത്ത് മുങ്ങിയ കപ്പൽ. 2027 നടക്കാൻ പോകുന്ന ദേശീയ ഗെയിംസിൻ്റെ വേദി. മേഘാലയാണ് 2027 നടക്കാൻ പോകുന്ന ദേശീയ ഗെയിംസിൻ്റെ വേദി. 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ്?
ഇന്ത്യയിലാണ് 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി. ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി. ഇന്ത്യയുടെ നിലവിലെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ നിലവിലെ ഉപരാഷ്ട്രപതി. കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ കെ സോമപ്രസാദാണ് കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറാണ് ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരിയാണ് നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ. നീതി ആയോഗിന്റെ നിലവിലെ താൽക്കാലിക CEO നിധി ചിബ്ബറാണ് നീതി ആയോഗിന്റെ നിലവിലെ താൽക്കാലിക CEO. നിലവിലെ ISRO ചെയർമാൻ വി നാരായണനാണ് നിലവിലെ ISRO ചെയർമാൻ. RBIയുടെ 26ാമത് ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് RBIയുടെ 26ാമത് ഗവർണർ. 16ാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ് 16ാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. 7ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KN ഹരിലാലാണ് 7ാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സൗമൻ സെന്നാണ് നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. നിലവിലെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് നിലവിലെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം. ഏകീകൃത സിവിൽ കോഡ് ബില്ല് പാസാക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം ഗുജറാത്താണ് ഏകീകൃത സിവിൽ കോഡ് ബില്ല് പാസാക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം. ഏകീകൃത സിവിൽ കോഡ് ബില്ല് പാസാക്കുന്ന മൂന്നാമത്തെ സംസ്ഥാനം അസമാണ് ഏകീകൃത സിവിൽ കോഡ് ബില്ല് പാസാക്കുന്ന മൂന്നാമത്തെ സംസ്ഥാനം. ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ചതിന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ആഘോഷിച്ചത്? 150. ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ചതിന്റെ 150ാമത്തെ വാർഷികമാണ് 2025 ആഘോഷിച്ചത്. ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ ആരംഭിച്ചതിന്റെ എത്രാമത് വാർഷികമാണ് 2025 ആഘോഷിച്ചത്? 100ാമത്. ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ ആരംഭിച്ചതിന്റെ 100ാമത് വാർഷികമാണ് 2025 ആഘോഷിച്ചത്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം മരച്ചീനി മന്നയാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം മരച്ചീനി. 2026 G20 ഉച്ചകോടിക്ക് വേദിയാവുന്നത് മിയാമി. അമേരിക്കയിലെ മിയാമിയാണ് 2026 G20 ഉച്ചകോടിക്ക് വേദിയാവുന്നത്. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026 വേദി ഛത്തീസ്ഗഡിലാണ് പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ 2026 വേദി. 2026 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാവുന്നത് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയാണ് 2026 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാവുന്നത്. 2030 നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയം വഹിക്കുന്ന ഇന്ത്യൻ നഗരം അഹമ്മദാബാദാണ് 2030 നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ നഗരം. 2026 ICC പുരുഷ T20 വേൾഡ് കപ്പിന് വേദിയായത് ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ് 2026 ICC പുരുഷ T20 വേൾഡ് കപ്പിന് വേദിയായത്. 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാവുന്നത് ഇന്ത്യയാണ് 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാവുന്നത്. 2026 48, 49 ആസിയാൻ ഉച്ചകോടികൾക്ക് വേദിയാവുന്നത് ഫിലിപ്പീൻസാണ്
2026 48, 49 ആസിയാൻ ഉച്ചകോടികൾക്ക് വേദിയാവുന്നത്. 2026 52ാമത് G7 ഉച്ചകോടിക്ക് വേദിയാവുന്നത് ഫ്രാൻസിലാണ് 2026 52ാമത് G7 ഉച്ചകോടി നടക്കുന്നത്. 2026 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ ഉച്ചകോടി COP31 വേദിയാവുന്നത് അന്റാലിയ. തുർക്കിയിലെ അന്റാലിയയാണ് 2026 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ ഉച്ചകോടി COP31 വേദിയാവുന്നത്. 2026 നാറ്റോ ഉച്ചകോടിക്ക് വേദിയാവുന്നത് അങ്കാറ. തുർക്കിയിലെ അങ്കാറയാണ് 2026 നാറ്റോ ഉച്ചകോടിക്ക് വേദിയാവുന്നത്. 2026 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആതിഥേയ രാജ്യം അസർബൈജാനാണ് 2026 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ ആതിഥേയ രാജ്യം. 2026 ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ന്യൂഡൽഹിയാണ് 2026 ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് വേദി. ICC വനിതാ T20 ലോകകപ്പിൻ്റെ 10ാം പതിപ്പിന് വേദിയാവുന്ന രാജ്യം ഇംഗ്ലണ്ടാണ്. ICC വനിതാ T20 ലോകകപ്പിൻ്റെ 10ാം പതിപ്പിന് വേദിയാവുന്ന രാജ്യം. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? തലശ്ശേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത്. 2024 മേജർ ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെ? D. ഗുകേഷ്, മനു ഭാക്കർ, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ. D. ഗുകേഷിനും മനു ഭാക്കറിനും ഹർമൻപ്രീത് സിംഗിനും പ്രവീൺ കുമാറിനുമാണ് 2024 മേജർ ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചത്. 2026 ഫിഫ ലോകകപ്പിനായി പുറത്തിറക്കിയ ഔദ്യോഗിക പന്തിൻ്റെ പേര് എന്താണ്? ട്രിയോണ്ടയാണ് 2026 ഫിഫ ലോകകപ്പിനായി പുറത്തിറക്കിയ ഔദ്യോഗിക പന്തിൻ്റെ പേര്. നോർവേ ചെസ് ടൂർണമെൻറ്റിൽ ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരം ആർ പ്രജ്ഞാനന്ദയാണ് നോർവേ ചെസ് ടൂർണമെൻറ്റിൽ ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരം. സിംഗപ്പൂർ നാഷണൽ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടി കോമൺവെൽത്ത് ഗെയിംസിന് യോഗ്യത നേടിയ മലയാളി താരം ആര്? സജൻ പ്രകാശാണ് സിംഗപ്പൂർ നാഷണൽ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടി കോമൺവെൽത്ത് ഗെയിംസിന് യോഗ്യത നേടിയ മലയാളി താരം. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരം മനു ഭാക്കറാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരം. 2026 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയ താരം അലക്സാണ്ടർ സ്വരേവാണ് 2026 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയ താരം. 2026 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയ താരം മിറ ആൻഡ്രീവയാണ് 2026 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയ താരം. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെൻറ്റിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആര്? കാർലോസ് അൽക്കാരസ് ആണ് 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെൻറ്റിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെൻറ്റിൽ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആര്? എലീന റൈബാക്കിനെയാണ് 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെൻറ്റിൽ വനിതാ സിംഗിൾസ് കിരീടം നേടിയത്. 2023 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച വ്യക്തി മോഹൻലാലിനാണ് 2023 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത്. 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? നടി ശാരദയ്ക്കാണ് 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് മമ്മൂട്ടിയാണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഷംല ഹംസയാണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത്. 2025 49ാമത് വയലാർ അവാർഡിന് അർഹനായത് സന്തോഷ് കുമാറാണ് 2025 49ാമത് വയലാർ അവാർഡിന് അർഹനായത്.
2025 33ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? KG ശങ്കരപിള്ള. KG ശങ്കരപിള്ളയാണ് 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. 2026 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? M മുകുന്ദൻ. M മുകുന്ദനാണ് 2026 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2026 ഗണിതശാസ്ത്രത്തിനുള്ള ആബേൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ഗെർഡ് ഫാൾട്ടിങ്സ്. ഗെർഡ് ഫാൾട്ടിങ്സിനാണ് 2026 ഗണിതശാസ്ത്രത്തിനുള്ള ആബേൽ സമ്മാനം ലഭിച്ചത്. 2026 കുമാരനാശാൻ ദേശീയ കവി പുരസ്കാരത്തിന് അർഹനായത് ആര്? സീതാകാന്ത മഹാപാത്ര. സീതാകാന്ത മഹാപാത്രയാണ് 2026 കുമാരനാശാൻ ദേശീയ കവി പുരസ്കാരത്തിന് അർഹനായത്. 2026 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഏഴാച്ചേരി രാമചന്ദ്രൻ. ഏഴാച്ചേരി രാമചന്ദ്രനാണ് 2026 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത്. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മേതിൽ രാധാകൃഷ്ണൻ. മേതിൽ രാധാകൃഷ്ണനാണ് 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൽ മികച്ച മലയാള നോവലിനുള്ള പുരസ്കാരം നേടിയത് ആരാണ്? N പ്രഭാകരൻ. N പ്രഭാകരനാണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൽ മികച്ച മലയാള നോവലിനുള്ള പുരസ്കാരം നേടിയത്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികച്ച സംഭാവനകളെ അടിസ്ഥാനമാക്കി ശാസ്ത്രജ്ഞർക്ക് നൽകുന്ന 2024 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ ടെസി തോമസ്. ഡോക്ടർ ടെസി തോമസിനാണ് 2024 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത്. 2026 പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ: VS അച്യുതാനന്ദൻ, KT തോമസ്, P നാരായണൻ. VS അച്യുതാനന്ദന് സാമൂഹ്യ പ്രവർത്തനത്തിന് മരണാനന്തര ബഹുമതിയായും KT തോമസിന് സാമൂഹ്യ പ്രവർത്തനത്തിനും P നാരായണന് സാഹിത്യം, വിദ്യാഭ്യാസം എന്നീ രംഗത്തിനുമാണ് 2026 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. 2026 പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ: മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ. മമ്മൂട്ടിക്ക് കലയ്ക്കും വെള്ളാപ്പള്ളി നടേശന് പൊതുകാര്യത്തിനുമാണ് 2026 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. 2026 പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളികൾ: AE മുത്തുനായകം, കൊല്ലക്കയിൽ ദേവകിയമ്മ, കലാമണ്ഡലം വിമല മേനോൻ. AE മുത്തുനായകത്തിന് ശാസ്ത്രവും എഞ്ചിനീയറിംഗിനും, കൊല്ലക്കയിൽ ദേവകിയമ്മയ്ക്ക് സാമൂഹ്യ പ്രവർത്തനത്തിനും, കലാമണ്ഡലം വിമല മേനോന് കലയ്ക്കുമാണ് 2026 പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. 2026 98ാമത് ഓസ്കാർ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ സിനിമ ഏതാണ്? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ് 2026 98ാമത് ഓസ്കാർ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ സിനിമ. 98ാമത് ഓസ്കാറിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് ആരാണ്? മൈക്കൽ ബി ജോർദാൻ. മൈക്കൽ ബി ജോർദാനാണ് 98ാമത് ഓസ്കാറിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയത്. 98ാമത്തെ ഓസ്കാറിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് ആര്? ജെസി ബക്ലി. ജെസി ബക്ലിയാണ് 98ാമത്തെ ഓസ്കാറിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത്. കേരള സംസ്ഥാനത്തിന്റെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി അടുത്തിടെ നിയമിക്കപ്പെട്ടത് ആരാണ്? ഡോക്ടർ എ കൗശികൻ. ഡോക്ടർ എ കൗശികനാണ് കേരള സംസ്ഥാനത്തിന്റെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി അടുത്തിടെ നിയമിക്കപ്പെട്ടത്. കേരളത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ ജാജു ബാബു. ജാജു ബാബു ആണ് കേരളത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ. ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് മൈസൂർ. മൈസൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗരോർജം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പെരിഞ്ഞനം. തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ഞനമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗരോർജം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രാമപഞ്ചായത്ത്. രാജ്യത്ത് 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭ കോട്ടയ്ക്കൽ. കോട്ടയ്ക്കലാണ് രാജ്യത്ത് 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭ. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ഗ്രാമം മൊതേര. ഗുജറാത്തിലെ മൊതേരയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ഗ്രാമം. ലോകത്തിലെ ആദ്യ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് മൗസിൻഡ്രം. മൗസിൻഡ്രത്താണ് ലോകത്തെ ആദ്യ മഴ മ്യൂസിയം നിലവിൽ വരുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ AI അധിഷ്ഠിത യുദ്ധക്കപ്പൽ INS സൂറത്ത്.
INS സൂറത്താണ് ഇന്ത്യയുടെ ആദ്യത്തെ AI അധിഷ്ഠിത യുദ്ധക്കപ്പൽ. ബഹിരാകാശത്ത് വെച്ച് 2 പേടകങ്ങളെ പരസ്പരം കൂട്ടിയോജിപ്പിക്കുന്ന ISROയുടെ ദൗത്യം. സ്പാഡെക്സ് ആണ് ബഹിരാകാശത്ത് വെച്ച് 2 പേടകങ്ങളെ പരസ്പരം കൂട്ടിയോജിപ്പിക്കുന്ന ISROയുടെ ദൗത്യം. ഓപ്പറേഷൻ സിന്ദൂറിന് പേര് നിർദ്ദേശിച്ചത് ആര്? നരേന്ദ്രമോദിയാണ് ഓപ്പറേഷൻ സിന്ദൂറിന് പേര് നിർദ്ദേശിച്ചത്. യുനെസ്കോയുടെ പാചക നഗര പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ നഗരം. ലക്നൗ ആണ് യുനെസ്കോയുടെ പാചക നഗര പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ നഗരം. ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത് ആര്? ആർ വെങ്കിട്ടരമണിയാണ് ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത്. ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയലാണ് ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളി PR രമേശാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളി. UPSC ചെയർമാൻ അജയ്കുമാറാണ് UPSC ചെയർമാൻ. ഇന്ത്യയിലെ ആദ്യത്തെ യാചകമുക്ത നഗരം. ഇൻഡോർ. മധ്യപ്രദേശിലെ ഇൻഡോറാണ് ഇന്ത്യയിലെ ആദ്യത്തെ യാചകമുക്ത നഗരം. റിപ്പബ്ലിക് ദിനത്തിൽ സ്കൂളുകൾക്ക് പ്രവൃത്തി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ് റിപ്പബ്ലിക് ദിനത്തിൽ സ്കൂളുകൾക്ക് പ്രവൃത്തി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ ഔദ്യോഗിക ഹെലികോപ്റ്റർ ആംബുലൻസ് സേവനം സഞ്ജീവനി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഔദ്യോഗിക ഹെലികോപ്റ്റർ ആംബുലൻസ് സേവനം സഞ്ജീവനി ആരംഭിച്ച സംസ്ഥാനം. 2025 മെയ് മാസത്തിൽ ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനിലെയും അധീന കാശ്മീരിലെയും ഭീകരവാദ ക്യാമ്പുകൾക്ക് നേരെ നടത്തിയ അതിർത്തി കടന്നുള്ള അതിശക്തമായ സൈനിക നടപടി ഏതുപേരിൽ അറിയപ്പെടുന്നു? ഓപ്പറേഷൻ സിന്ദൂർ ആണ് 2025 മെയ് മാസത്തിൽ ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകരവാദ ക്യാമ്പുകൾക്ക് നേരെ നടത്തിയ അതിർത്തി കടന്നുള്ള അതിശക്തമായ സൈനിക നടപടി. ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയെക്കുറിച്ച് ഇന്ത്യയുടെ ഔദ്യോഗിക മാധ്യമ വിശദീകരണം നൽകിയ പ്രധാന വനിതാ സൈനിക ഉദ്യോഗസ്ഥർ. കേണൽ സോഫിയ ഖുറേഷി. വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയെക്കുറിച്ച് ഇന്ത്യയുടെ ഔദ്യോഗിക മാധ്യമ വിശദീകരണം നൽകിയ പ്രധാന വനിതാ സൈനിക ഉദ്യോഗസ്ഥർ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ പദ്ധതി ഏതാണ്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ അഥവാ VBG റാംജി. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീണാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ പദ്ധതി. ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മിച്ച 2025 നവംബറിൽ ഉദ്ഘാടനം ചെയ്ത ഹനുമാദു അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? മാലദ്വീപാണ് ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മിച്ച 2025 നവംബറിൽ ഉദ്ഘാടനം ചെയ്ത ഹനുമാദു അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന രാജ്യം. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം. ചൈനയാണ് ലോകത്തിലെ ആദ്യ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം. കോർ 5 ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? US, ചൈന, റഷ്യ, ഇന്ത്യ, ജപ്പാനാണ് കോർ 5-ൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ. ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായി ഏത് രാജ്യത്താണ് ISRO നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത്? ഓസ്ട്രേലിയയിലാണ് ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായി ISRO നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത്. ISROയുടെ LV-M3 റോക്കറ്റ് ഉപയോഗിച്ചുള്ള അമേരിക്കയുടെ ബഹിരാകാശ ദൗത്യം. ബ്ലൂബേർഡാണ് ISROയുടെ LV-M3 റോക്കറ്റ് ഉപയോഗിച്ചുള്ള അമേരിക്കയുടെ ബഹിരാകാശ ദൗത്യം. രാജ്യത്ത് ആദ്യമായി സർക്കാർ മേഖലയിൽ ജില്ലാതല ആശുപത്രിയിൽ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി നടത്തിയത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് രാജ്യത്താദ്യമായി സർക്കാർ മേഖലയിൽ ജില്ലാതല ആശുപത്രിയിൽ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി നടത്തിയത്. സംസ്ഥാനത്തെ ആദ്യ ത്വക്ക് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് സംസ്ഥാനത്തെ ആദ്യ ത്വക്ക് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്. രാജ്യത്ത് 3 പ്രധാന അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച ആദ്യ ആശുപത്രി ഏതാണ്? കോട്ടയം മെഡിക്കൽ കോളേജ്.
കോട്ടയം മെഡിക്കൽ കോളേജാണ്. രാജ്യത്ത് 3 പ്രധാന അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച ആദ്യ ആശുപത്രി. 2026 വനിതാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഗീവ് ടു ഗെയിൻ. ഗീവ് ടു ഗെയിൻ ആണ് 2026 വനിതാ ദിനത്തിൻ്റെ പ്രമേയം. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? എൽദോസ് പോൾ. എൽദോസ് പോളിന് ട്രിപ്പിൾ ജമ്പിനാണ് കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് അവാർഡ് ലഭിച്ചത്. മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേര് എന്താണ്? യോദ്ധാവ്. യോദ്ധാവാണ് മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേര്. തീരദേശ സംരക്ഷണ സേന തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏത്? സമുദ്രപ്രതാപ്. സമുദ്രപ്രതാപാണ് തീരദേശ സംരക്ഷണ സേന തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത മലിനീകരണ നിയന്ത്രണ കപ്പൽ.